യാത്ര ഇത്ര തിടുക്കത്തിൽ? സഖി, പാണ്ഡവരുടെ പുതിയ പുരി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. ഓ, ചക്രവർത്തി യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ പങ്കെടുക്കാൻ പോവല്ലേ? അതുമാത്രമല്ല, ദ്വാരകാനാഥൻ കണ്ണന്റെ എഴുന്നള്ളത്തുമുണ്ടത്രേ. അതെയോ? ആ രഥം ഈ വഴിയൊന്ന് വന്നിരുന്നെങ്കിൽ എനിക്കും കണ്ണനെ ഒരു നോക്ക് കാണാമായിരുന്നു. കണ്ണനെ നമ്മെ കാണാതിരിക്കാൻ പറ്റുമോ? പാണ്ഡു മഹാരാജാവിന്റെ ആദേശവുമായി നാരദ മഹർഷി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയതും ഈ വഴിയാണ്. അപ്പോൾ കണ്ണന്റെ ആഗമനവും ഈ വഴി തന്നെ ആയിരിക്കും. ഉത്തരദിശയിലേക്ക് അർജുനനും പൂർവഭാഗത്തേക്ക് ഭീമനും ദക്ഷിണദിക്കിലേക്ക് സഹദേവനും പോയപ്പോൾ നകുലനാണത്രേ ദ്വാരകയിലേക്ക് പോയത്. അറിഞ്ഞിരുന്നു. താമരക്കണ്ണൻ ദേവിമാരോടൊപ്പമാണത്രേ യുവരാജാവിനെ സ്വീകരിച്ചത്. ഗംഗാപുത്രനെയും ധൃതരാഷ്ട്രാദികളെയും കൂട്ടി ഹസ്തിനപുരിയിൽ നിന്നും നകുലകുമാരൻ ഇങ്ങെത്താറായി. എന്നാൽ ഞാൻ യാത്രയാകട്ടെ. സഖി, പ്രയാസമാവില്ലെങ്കിൽ എനിക്ക് ഒരു ഉപകാരം കൂടി ചെയ്യാമോ? തീർച്ചയായും, പറഞ്ഞോളൂ. ഭവതി എന്നിൽ നിന്നും ഒരൽപ്പം പൂമ്പരാഗമെടുത്ത് കണ്ണന് ചാർത്താമോ? മാത്രമല്ല, അല്പം മധു നുകർന്നാൽ ക്ഷീണവും മാറും. ഒരുപക്ഷെ ഭവതിയെ കണ്ണൻ ഈ വഴി പറഞ്ഞു വിട്ടത് തന്നെ അതിനായിരിക്കാം. നിശ്ചയമായും. പറ്റുമെങ്കിൽ ഭവതി തന്ന മധുരവും ഞാനൊരൽപ്പം കണ്ണിന് നിവേദിക്കാം. എങ്കിൽ എന്റെ ജന്മം സഫലമായി. പുരോഹിതനായ ധൗമ്യ മഹർഷിയും ബ്രഹ്മപദത്തെ സ്വീകരിച്ച വ്യാസമഹർഷിയും തയ്യാറായിരിക്കുന്നു. ഈ പവിത്ര കർമ്മത്തിൽ ആർക്കാണ് ആദ്യം അർഘ്യമർപ്പിക്കേണ്ടത്? പുത്രാ യുധിഷ്ഠിര, ശ്രേഷ്ഠന്മാരായ മുനിമാരാലും രാജാക്കന്മാരാലും ജ്ഞാനികളാലും സമ്പന്നമായ ഈ സഭയിൽ തേജോബല പരാക്രമങ്ങളാൽ സൂര്യൻ പോലെ ശോഭിക്കുന്ന ഇന്ദ്രനടക്കം എല്ലാ ദേവന്മാരും ഉപാസിക്കുന്ന സാക്ഷാൽ കൃഷ്ണനുണ്ടല്ലോ, ആ പാതാരവിന്ദങ്ങളിലേക്കാകട്ടെ ആദ്യത്തെ അർഘ്യം. ആജ്ഞ പോലെ. യാഗത്തിനായി വന്നെത്തിയ ബ്രാഹ്മണരെയെല്ലാം പാദപൂജ ചെയ്ത ഭക്തപ്രിയനായ ഭഗവാൻ കൃഷ്ണനു തന്നെയാകട്ടെ ആദ്യത്തെ അർഘ്യം. സഹദേവ, അർഘ്യം ആരംഭിച്ചാലും. ആജ്ഞ പോലെ. ഭഗവാനെ ഉപവിഷ്ടനായാലും. സൂക്ഷ്മധർമ്മമറിയാത്ത പാണ്ഡവരെ, രാജാവല്ലാത്ത ഈ ദാശാർഹനെ എന്തിനാണ് പൂജിക്കുന്നത്? ധർമ്മജ, ഈ പ്രവർത്തിയിലൂടെ നീ ഒരു ധർമ്മച്യുതനായി മാറിയിരിക്കുന്നു. ജ്യേഷ്ഠ, കൃഷ്ണനേക്കാൾ പൂജനായി മറ്റാരാണ് ഈ സഭയിലുള്ളത്, ഈ ഭൂമിയിൽ തന്നെയുള്ളത്? കൃഷ്ണ, നീ ഈ പൂജയ്ക്ക് എങ്ങനെ നിന്നു കൊടുത്തു? അർഹിക്കാത്തത് നേടാൻ നിനക്ക് ലജ്ജയില്ലേ? ഇത് ഹവ്യം നക്കി തിന്ന ശുനകന്റെ വേലയായിപ്പോയി. രാജാവല്ലാത്തവന് രാജപൂജ കൊള്ളാം. ആണും പെണ്ണും കെട്ടവന്റെ പെണ്ണുകെട്ട്. ശിശുപാല,
വേദവേദാന്ത വിജ്ഞാനിയായ പ്രപഞ്ചനാഥനായ ഉള്ളുമൂഴി മറിയുന്നവനായ സാക്ഷാൽ കൃഷ്ണനെ ഉണ്ടോ നിനക്കറിയുന്നു? ഗംഗാപുത്ര, നിനക്കെന്ത് ധർമ്മം? പൊള്ളയായ ബ്രഹ്മചാരി വങ്കത്തമോ ഷണ്ഡത്തമോ കൊണ്ട് ഒരു പാവം രാജകുമാരിയെ കൊലയ്ക്ക് കൊടുത്തവൻ. രാജാക്കന്മാരെ കേട്ടാലും ഹസ്തിനിപുരിയിലെ സർവ്വസൈനാധിപനായ ഭീഷ്മരിത വെല്ലുവിളിക്കുന്നു. പശുവിനെ കൊല്ലുന്നത് പോലെ എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലുക, തീയിലിട്ട് ചുടണമെങ്കിൽ അതുമാവാം. എന്നാൽ ഇതാ അച്യുതൻ, മരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗദാചക്രധാരിയെ വെല്ലുവിളിക്കുക, മോക്ഷമെങ്കിലും ലഭിക്കും. ഹേ ഗോപാല, അർഹത നോക്കാതെ നിന്നെ പൂജിച്ച പാണ്ഡവരും പൂജിക്കപ്പെട്ട നീയും ഒരുപോലെ കൊല്ലപ്പെടേണ്ടവർ തന്നെ. പാണ്ഡുപുത്രനായ സഹദേവനിതാ നിന്നെ വെല്ലുവിളിക്കുന്നു. പിതാമഹ, ഇപ്പോൾ കർത്തവ്യമായത് എന്താണ്? യാഗം മുടങ്ങരുത്, ലോകർക്ക് ക്ഷേമവുമാകണം. അങ്ങ് തന്നെ പരിഹരിച്ചാലും. ഹേ ധർമ്മപുത്ര, സിംഹം ഉണരുന്നത് വരെ മാത്രമേ നായെ കുരയ്ക്കാറുള്ളൂ. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഈ സമസ്യ പരിഹരിച്ചുകൊള്ളൂ. ഹേ രാജാക്കന്മാരെ, വസുദേവരുടെ യജ്ഞാശത്തെ അപഹരിച്ച ഈ ദമഘോഷപുത്രനെ കണ്ടുവോ? വിശാല രാജാവിന്റെ പുത്രിയെയും ബഭ്രുവിന്റെ ഭാര്യയെയും മോഷിച്ച ഈ ചേതി രാജാവിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടുവോ? നിർത്ത്! ഞാൻ കെട്ടിയ തരുണിയെ തട്ടിക്കൊണ്ടുപോയവനാണ് നീ. ഹേ ഭൂപാലകരെ, ഇവന്റെ കണക്ക് തീർന്നിരിക്കുന്നു. പിതൃ സഹോദരിക്ക് നാം നൽകിയ വാക്കിതാ പാലിക്കപ്പെട്ടിരിക്കുന്നു. ഇവന്റെ 100 കുറ്റങ്ങൾ ക്ഷമിക്കാമെന്ന് നാം വാഗ്ദാനം ചെയ്തിരുന്നു. ഇതാ എണ്ണം തികഞ്ഞിരിക്കുന്നു. ശിശുപാല, സുദർശനത്തെ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ. സുദർശനത്താൽ ഭഗവാൻ ശിശുപാലനെ സുദർശനമുള്ളവനാക്കി മാറ്റിയിരിക്കുന്നു. ദമഘോഷപുത്രനായ ഈ വീരനെ യഥാവിധി സംസ്കരിക്കുക. പുത്രനായ ദൃഷ്ടകേതു രാജാഭിഷിക്തനാകട്ടെ. ഭഗവാനെ,